നമ്മൾ ഇലക്ഷനായി എന്ന് മലയാളികൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതായത് അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ജാഥ പ്രഖ്യാപിക്കും. ജാഥയെന്നോ യാത്രയെന്നോ അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഒന്ന് തെക്കുന്ന് വടക്കോട്ട്, അല്ലെങ്കിൽ വടക്കുന്ന് തെക്കോട്ട്, ഇങ്ങനെ ഏതായാലും ഇതൊക്കെ കൂട്ടിയിടിക്കാതെ തങ്ങളെ കൂട്ടിയിടിക്കാതെ അങ്ങ് തീരും. അതാണ് പതിവ്. ഇപ്പോൾ അതെ LDFിൻ്റെ വക 3 ജാഥയാണ് നടക്കുന്നത്. വികസന മുന്നേറ്റ ജാഥ. അതായത് കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൽ നടത്തിയ വികസനങ്ങളിൽ എണ്ണി പറഞ്ഞ് 3 നേതാക്കന്മാർ യാത്ര നടത്തും. MV ഗോവിന്ദൻ, ബിനോയ് വിശ്വം, ജോസ് കെ മാണി. വേറെ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല, ഇവർ 3 പേരും പ്രധാന 3 ഘടകകക്ഷികൾ അല്ലേ, അവരങ്ങ് നടത്തട്ടെ എന്ന് തീരുമാനിച്ചാൽ തോന്നും. അപ്പോൾ അതേ വരുന്നു അടുത്ത ജാഥ. അത് പുതുയുഗ യാത്ര. അതായത് ഇതുവരെ കണ്ടതൊന്നുമല്ല ഭരണം, ഞങ്ങൾ ഭരിക്കാൻ പോകുന്നതാണ് ഭരണം എന്ന് പറഞ്ഞുകൊണ്ട്, പറയാവുന്ന ചീത്തയെല്ലാം പറഞ്ഞുകൊണ്ട്, അതായത് ഭരണപക്ഷം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഉമ്മർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതുയുഗ യാത്ര കഴിയുമ്പോൾ പുതുയുഗം വരും എന്നാണ് പുള്ളി പറയുന്നത്. ഏതായാലും യാത്ര, ഈ 4 യാത്രകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പറഞ്ഞിട്ട് കൂട്ടിയിടിക്കരുത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര തുടങ്ങി. നല്ല സൂപ്പർ ജനമാണ്. എല്ലായിടത്തും ആവേശത്തോടെ കോൺഗ്രസ്സുകാരും ലീഗുകാരും മൊത്തത്തിൽ UDFകാരും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ജനം വരുന്നുണ്ട്. കാരണം ഈ 10 കൊല്ലം കാത്തിരുന്നിട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് അധികാരത്തിൽ വരണം. അപ്പോൾ അതിനുള്ളൊരു ആവേശമുണ്ട്. വളരെ വലിയ ജനക്കൂട്ടം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ യാത്ര ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്ന് യാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. കോഴിക്കോട് ജില്ല അറിയാലോ. കോഴിക്കോട് ജില്ലയെന്ന് പറയുമ്പോൾ UDFകാരുടെയും അല്ല കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയൊക്കെ പ്രിയപ്പെട്ട ഷാഫിക്കയുടെ സ്ഥലമാണ്. അദ്ദേഹം വടകര MP ആണ്. ജാഥ കോഴിക്കോട് വന്നതിന് ശേഷം വലിയ ആവേശം കൂടി. കാരണം ഷാഫിക്ക മുന്നിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു, ആളുകളെ സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ ഈ കോഴിക്കോട് ജില്ലയിൽ ജാഥ പ്രവേശിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയ നിറയെ ഷാഫി പറമ്പിലിനെ ലീഡറെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഏതാണ് റീലുകൾ. തോളിലെടുക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ബഹളം, ആകെ ആവേശമാണ്, ആവേശഭരിതമാണ് കാര്യങ്ങൾ. വളരെ നല്ലത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ജാഥ യാത്ര ഇങ്ങനെ നീങ്ങി പേരാമ്പ്രയില്ലാന്നു. പേരാമ്പ്രയിലെത്തുന്നു. നേതാക്കൾ കോൺഗ്രസിൻ്റെ ജാഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് 2 തരം ജാഥകളാണ്. ഇപ്പോൾ LDFകാർ ഇടതുപക്ഷം ഒരു ജാഥ നടത്തുമ്പോൾ അവിടെ കാര്യങ്ങൾ ഈ വരച്ചിട്ട പോലെ കൃത്യമാണ്. അതായത് ജാഥ ആര് നയിക്കണം, എങ്ങനെ പോകണം, എവിടെ ചെല്ലണം, ആര് സ്വീകരിക്കണം, സ്വീകരണത്തിൽ ആര് പ്രസംഗിക്കണം, വേദിയിൽ ആരൊക്കെ വേണം, ആര് നന്ദി പറയണം, ആര് മാലയിടണം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി നേരത്തെ തീരുമാനിച്ചിരിക്കും. ഇപ്പുറത്ത് അങ്ങനെയല്ല. ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ജാഥ തീരുമാനിക്കുന്നൊരു പാടേ ഉള്ളൂ, ബാക്കി മൊത്തം അവർക്ക് ചെയ്യും. നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, കൈയടിക്കുന്നത്, ചേരി കയറുന്നത്, ഇരിക്കുന്നതും പ്രസംഗിക്കുന്നത്, പറ്റുമെങ്കിൽ സ്റ്റേജ് താർക്കുന്നത് എല്ലാവരാണ്. അതാണ് കോൺഗ്രസ്. പക്ഷേ അത് കാണാനൊരു അരങ്ങാണ്. ദോഷം പറയുമല്ലോ. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച മാധ്യമങ്ങൾക്ക് തന്നെ കാണാൻ കിട്ടുന്നത്. ഏത് കോൺഗ്രസ്സുകാരിങ്ങനെ തിക്കിത്തിരക്കി, UDFകാരെ തിക്കിത്തിരക്കി ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കുന്നു, അതിനിടയ്ക്ക് കൂടെ ജാഥ വരുന്നു, സ്വീകരിക്കുന്നു, ആകെ ബഹളം. സംഭവം ഒരു അരങ്ങാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും പോകും. മാധ്യമങ്ങളെല്ലാം ഉണ്ട് അവിടെ ചെന്നപ്പോൾ ജാഥ ക്യാപ്റ്റൻ VD സതീശൻ നടന്നു വരികയാണ്. അപ്പോൾ ആളുകളൊക്കെ സംസാരിക്കും. അടുത്തതായി ജാഥ ക്യാപ്റ്റൻ VD സതീശൻ സംസാരിക്കുമെന്നൊരു ചങ്ങായി അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു. VD സതീശൻ വരുന്നു. പക്ഷേ അപ്പുറത്ത് എന്തോ ഒന്ന് നടക്കുന്നല്ലോ എന്ന് എല്ലാവരും സ്വാഭാവികമായും അത്രയും വലിയൊരു വേദിയിൽ അങ്ങനെ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ നമ്മൾ നോക്കുമല്ലോ. എല്ലാവരും അങ്ങോട്ട് നോക്കി. ആരാ? ഷാഫിക്കയാണ്. എന്തോ പിറുവിറുക്കുന്നുണ്ട്. എന്താണ് പിറുവിറുക്കുന്നതെന്ന് നമുക്കൊന്നുകൂടെ കേൾക്കാം അല്ലേ? അതാണ് സംഭവം. അതായത് ഈ VD സതീശൻ പ്രസംഗിക്കുന്നതിന് മുൻപ് ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ വിളിക്കണമായിരുന്നു അത്രയും. അതായിരുന്നു അത്രയും ആവശ്യം. പക്ഷേ ഈ തിരക്കിനിടയിൽ മറ്റേ പുള്ളി അത് മറന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും കട്ട കലിപ്പാൻ അബദ്ധം മനസ്സിലായ മറ്റേ വരവായി VD സതീശൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെ ഇനി ഷാഫി പറമ്പിൽ സംസാരിക്കും എന്ന് പറയാൻ വരുന്നു. ഷാഫി പറമ്പിൽ പുള്ളി തടയുകയാണ്. എനിക്ക് അപ്പം തരാത്ത അവസരം ഇനി കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ള മറ്റും ഷാഫി പറമ്പിൽ പുള്ളി ഇങ്ങനെ പിടിച്ച് തള്ളുന്നുണ്ട്. കഴുത്തിലൊക്കെ പിടിക്കുന്നതാണ് കണ്ടു എന്നവർ പറയുന്നത്. കഴുത്തിന് പിടുത്തൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആള് കട്ട കലിപ്പിലാണ്. ഒന്നുകൂടെ നോക്കിയേ, കലിപ്പിലല്ലേ? അതെ. ഏതായാലും ഈ കാഴ്ച അങ്ങ് വൈറലായി. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ കാഴ്ച വന്നു. ഷാഫി സാറ് കട്ടക്കലിപ്പിലാണ്, DCC ഭാരവാഹിയെ പിടിച്ചു തള്ളി തടഞ്ഞു നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൗതുക വാർത്ത എന്നുള്ള നിലയിൽ. കാരണം ഇത്രയും വലിയൊരു വേദിയിൽ നിന്ന് നടക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും കൊടുക്കും. നേരത്തെ പിണറായി വിജയൻ സംസാരിക്കുമ്പം മൈക്കൊടിഞ്ഞ് വീഴുന്നതും
മൈക്ക് ശരിയാക്കുമെന്ന മൈക്ക് ഓപ്പറേറ്ററെ ഗോവിന്ദ മാഷ് ഓടിച്ചതും ഇതെല്ലാം നമ്മളൊരു കൗതുകമായിട്ടല്ലേ എടുത്തത്. നമ്മളതും ഇതും അതുപോലെ കൗതുകമായിട്ടൊന്ന് കാണിച്ചു. പക്ഷെ ഷാബിക്കയ്ക്ക് അത് പിടിച്ചില്ല. പുള്ളി അടുത്ത സ്ഥലത്ത് പറഞ്ഞത് ഇങ്ങനെ, അതായത് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്ന ഞാൻ കാണുന്നുണ്ട്, ഇതൊന്നുമല്ല, അതൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് എന്ന് പറയുന്നു. സംഭവം പിന്നെ അങ്ങ് വലുതായി, മനസ്സിലായില്ലേ? മാധ്യമങ്ങൾ എന്തോ ഗൂഢാലോചന നടത്തി വാർത്ത കൊടുത്തു എന്നുള്ള മട്ടിലൊക്കെയായി കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവർ തങ്ങളുള്ള പ്രശ്നം, ഈ ആഭ്യന്തര പ്രശ്നം, അങ്ങനെ ഒരു വേദിയിൽ, അങ്ങനെ ഒരു സ്റ്റേജിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചെല്ലാം പോയിട്ടല്ലേ ഇത് ആട്ടത് കണ്ടതും ക്യാമറയെ പകർത്തിയതും പുറത്തെടുത്ത് കൊടുത്തതും. സ്റ്റേജിൻ്റെ ബാക്കിലോട്ടൊക്കെ പോയി ഇത് കാണിച്ചായിരുന്നു വലിയ പാടും ഉണ്ടായിരുന്നോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അതെടുത്ത് കൊടുത്തതായിപ്പോയി കുറ്റം. അങ്ങനെ പിറ്റേന്ന് രാവിലെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ കണ്ടു. അല്ല സാറേ, ഇന്നലെ അവിടെ എന്തോ നടന്നു എന്ന് ചോദിക്കുമ്പോൾ പുള്ളി രോഗമായിരുന്നു. അതൊരു സ്നേഹത്തള്ളലായിരുന്നു. എന്ത് തള്ളൽ? സ്നേഹത്തള്ളൽ. പലതരത്തിലുള്ള തള്ളൽ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു തള്ളൽ സത്യം ആദ്യമായിട്ട് കാണുക. ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കുന്നു പറഞ്ഞ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല, ആരും വീണിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ യാത്ര. ഇപ്പോൾ പണിമുടക്ക് ദിവസമായിട്ട് BD സതീശൻ യാത്ര ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് പണിമുടക്ക് ബന്ധായി മാറുന്നതിന് ഒഴിപ്പില്ല, പക്ഷേ ഞാൻ ഈ യാത്ര നടത്തി, എൻ്റെ പണി എന്തോട്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. BD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആളുകൾ ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത്, നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ വാർത്തയൊന്നും കൊടുക്കരുത്, അതൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. അതിനകത്ത് വേറെ കാര്യം, ഇപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സാറേ. ഞങ്ങൾ പറഞ്ഞത് ആകെ അവിടെ ഇതുപോലൊരു കാഴ്ച കണ്ടു എന്നുള്ള മാത്രമാണ്. അതിന് ഞങ്ങൾ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഈ സ്റ്റേജിൽ ഇത്രയും ആൾ എന്നൊക്കെ ചോദിച്ചാൽ BD സതീശൻ്റെ ഒരു മറുപടിയുണ്ട്. എന്ത് കാണിച്ചിട്ടും അവസാനം ഇത് പറഞ്ഞാൽ മതി. ഏത്? കോൺഗ്രസ് അല്ലേ, സ്വാഭാവികം. പിന്നെ നിങ്ങൾ വേറെ ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്, അറിയാലോ. നിങ്ങൾ നിൽക്കി അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അച്ചടക്കം വേണം, കുറച്ച് ഇതൊക്കെ വേണം. അതിനെന്താ അവിടെ എന്താണ് അച്ചടക്കം എങ്ങനെ ഉണ്ടായത്? എന്താ? അതാണ് ഈ പറഞ്ഞാണ് കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കും. അതായത് നമ്മൾ ഇതങ്ങ് ആ ഒരു രീതിയിൽ അങ്ങ് എടുത്താൽ മതി. ഏത്? ബാക്കിയുള്ള സ്റ്റേജിലെങ്ങാനും വേണമെങ്കിൽ പരിപാടി കിടന്നെങ്കിൽ എന്തെല്ലാം ഇപ്പോൾ വാർത്തകൾ വന്നേനെ, എന്തെല്ലാം ട്രോളുകൾ ഇറങ്ങിയേനെ. ഇതിപ്പോൾ ട്രോൾ ഇറങ്ങിയത് പ്രശ്നം, വാർത്ത കൊടുത്തത് പ്രശ്നം, ആകെപ്പാടെ പ്രശ്നം. അതൊക്കെ പോട്ടെ. അല്ല സതീഷ് സാറേ, ഈ സ്റ്റേജിൽ ഇത്രയധികം ആളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോഴും മറുപടി കോൺഗ്രസ് അല്ലേ, സ്വാഭാവികം എന്നായിരിക്കും. എൻ്റെ ഒരു സംശയം, ആരൊക്കെയാണ് ഈ യാത്രയിൽ, ഈ പ്രത്യേകിച്ച് ഓരോ സ്വീകരണ സ്ഥലത്ത് ഈ സ്റ്റേജിൽ വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? എന്തോരം ജനമാണ്. പല പ്രാവശ്യവും ഇത് പൊളിഞ്ഞ് ഈ വേദി തകർന്ന് വീണ് അനുഭവം ഉണ്ടായിട്ടും കോൺഗ്രസ്സുകാർ ഇനിയും ഇത് മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ചോദ്യം ചോദിച്ചാൽ സതീശൻ സാർ കൃത്യമായിട്ട് പറയും. ഈ വേദിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് അവർക്ക് വേദിയിലെത്താൻ കഴിയുന്നത് എന്ന്. വളരെ ചെറിയ എണ്ണേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ UDFന്റെ ചെയർമാനായിട്ടുള്ള ആള്, DCC പ്രസിഡന്റ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവരൊക്കെയല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരാ ഉണ്ടായിരുന്നത്? അത് മുല്ലപ്പള്ളി, അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികളുണ്ടായി അവിടെ. 10 കക്ഷികളില്ലേ UDFൽ, എല്ലാവരുടെയും പ്രതിനിധികൾ, സംസ്ഥാന നേതാക്കൾ, ജാഥ അംഗങ്ങൾ, ജില്ലാ UDFന്റെ നേതാക്കൾ, ആ നിയോജകമണ്ഡലത്തിൻ്റെ UDFന്റെ നേതാക്കൾ, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമൊന്നുമില്ല. ഇന്നലെ ഒരു അച്ചടക്ക കുറവ് ആ വേദിയിലുണ്ടായില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളും വേണ്ടിയില്ലല്ലോ. അപ്പോൾ അതാണ്, ഒരു റാലി നടത്തുന്നു, നേരത്തെ പറഞ്ഞ പോലെ അച്ചടക്കം വേണം എന്ന് നിർബന്ധമില്ല. കാരണം ഒരു ആവേശത്തിന് പുറത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ അസ്വാഭാവികമായ കൗതുക കാഴ്ചകളൊക്കെ കാണുമ്പോൾ മാധ്യമങ്ങൾ അതെടുത്ത് കൊടുക്കും. അതിന് മാധ്യമങ്ങളെ പഴി പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട്. പിന്നെ സതീശൻ സാറ് പറഞ്ഞ ഉത്തരം തന്നെ ഇവിടെയും പറഞ്ഞ് ആശ്വസിക്കാം. കോൺഗ്രസ് അല്ലേ, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.